യുഎഇയിൽ നിന്നുള്ള ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി 5 വർഷത്തിനുള്ളിൽ 200 ടണ്ണിലെത്തുമെന്ന് ഓൾ ഇന്ത്യ ജെം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൗൺസിൽ വ്യക്തമാക്കി. ദുബായിൽ നടന്ന ഏകദിന സെമിനാറിലാണ് ഈ പ്രഖ്യാപനം. നിരവധി പ്രമുഖർ സംബന്ധിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് കീഴിലുള്ള ജ്വല്ലറി കയറ്റുമതിയിലെ നേട്ടങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ജ്വല്ലറികളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്ലോബൽ മീറ്റ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഓൾ ഇന്ത്യ ജെം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൗൺസിൽ ഇത്തരത്തിൽ ഭാവി വിഷയങ്ങളിൽ ഏകദിന സെമിനാറും ദുബായിൽ സംഘടിപ്പിച്ചത്. സമ്മേളനം വലിയ പ്രതീക്ഷയാണെന്ന് ദുബായ് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാനും ജവഹറ ജ്വല്ലറി സിഇഒയുമായ തൗഹീദ് അബ്ദുള്ള ദുബായിൽ ജയ്ഹിന്ദ് ന്യൂസോട് പറഞ്ഞു. These are exhibitions which is presenting the small manufacturers, and they are presenting the handicraft, and they are presenting the soul of the jewelry industry. And we all know around the world that the jewelry industry, designing and heritage comes, all of the world comes from India. They make a lot of positiveness, we make a lot of positive, because each manufacturer comes here. സ്വർണ്ണവിലയുടെ നിശ്ചിത ശതമാനം പണിക്കൂലി ഈടാക്കുന്ന രീതിയിൽ മാറ്റം വേണമെന്നും പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തൗഹീദ് അബ്ദുള്ള ചൂണ്ടിക്കാട്ടി. അതേസമയം സ്വർണ്ണ വ്യാപാര മേഖലയുടെ മികച്ച ഭാവിയെക്കുറിച്ച് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ് ഇങ്ങനെ പ്രതികരിച്ചു. amount you can invest in gold. So I want to tell my young friends that this is the best industry to be in. We are in the right business. ഓൾ ഇന്ത്യ ജെം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൗൺസിൽ ഭാരവാഹികളായ സൈറ മെഹ്റ, രാജേഷ് റോക്ഡെ, നിലേഷ് ശോഭാവത്ത് ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.